കഴിഞ്ഞ ദിവസം ഞാൻ കരുനാഗപ്പള്ളിയിൽ അവിടുത്തെ MLA സംഘടിപ്പിച്ച ഒരു മെറിറ്റ് അവാർഡ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. വർത്തമാന കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യമായിരുന്നു ആ ചോദ്യം. കേരളത്തിലെ മിക്ക വീടുകളിലും ഇന്ന് മക്കളില്ലാത്ത വീടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മിക്ക വീടുകളിലെയും നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി, തുടർ വിദ്യാഭ്യാസം, ജോലിക്കും വേണ്ടി പുറം നാടുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കുട്ടി എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വിധേയമായിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലീഡ്സ് ടു ക്വാളിറ്റി ജോബ് ഇല്ലാത്തത്? അവർക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം. ആ എഡ്യൂക്കേഷൻ, നല്ല എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നല്ല സാലറി ഒപ്പിക്കാവുന്ന ക്വാളിറ്റി ജോബ് വേണം. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് സർക്കാരുകളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് നിങ്ങൾ പരിഹരിക്കുമോ എന്നായിരുന്നു എന്നോട് ആ കുട്ടിയുടെ ചോദ്യം. നിങ്ങളെല്ലാം SSLC +2 പരീക്ഷകളിൽ നല്ല വിജയം വാങ്ങുന്നു. നിങ്ങൾ ഈ നാടിന്റെ സമ്പത്താണ്, നിങ്ങൾ ഈ നാടിന്റെ സ്വത്താണ്. നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും ഏറ്റവും വിലപ്പെട്ട നിധിയാണ് നിങ്ങൾ. ഈ നാടിന്റെ സമ്പത്ത്, നാടിന്റെ സ്വത്ത്, അച്ഛനമ്മമാരുടെ വിലപ്പെട്ട നിധി ഈ നാടിന് അവകാശപ്പെട്ടതല്ലേ? ഈ നാടിന് അവകാശപ്പെട്ട നിധി എന്തുകൊണ്ടോ നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള ചോദ്യത്തിനാണ് ഈ തലമുറയിൽ നമുക്ക് ഉത്തരം പറയേണ്ടതായിട്ടുള്ളത്. അതിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ജോബിലേക്ക് കുട്ടികളെ കൊണ്ടുപോകത്തക്കവണ്ണമുള്ള, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാവുന്ന എൻവിറോൺമെൻറ്റും അതിനാവശ്യമായ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. അത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ, അത് കേരളത്തിലൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടിയുടെ ചോദ്യവും ചിന്തയും ഉത്തരം കിട്ടേണ്ടതാണ്. ആ ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്.